കേരളത്തിലെ ഏറ്റവും വിജയശതമാനമുള്ള OET സ്ഥാപനം നീതൂസ് അക്കാദമി. ഇനി റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കാം. ഇന്ത്യയിൽ എവിടെ ചെന്നാലും ആരെങ്കിലും അറിയുന്നവർ കാണിക്കും. ഇപ്പോൾ ഈ 2 മാസം പിള്ളേർക്ക് അവധിയില്ലായിരുന്നു. അതിൽ മൂത്ത മോള് 46 ദിവസം ലോറിയിലുണ്ടായിരുന്നു. 15 സംസ്ഥാനങ്ങളിൽ പോയി. അമ്മ ഫുൾ സപ്പോർട്ടായി. ഞാൻ പോയാലും അനിയത്തി പോയാലും ഞങ്ങൾ രണ്ടുപേരും പോയാലും ഒരു പ്രശ്നമില്ല. ഞാനും ചേട്ടായും മക്കൾ രണ്ടുപേരും കൂടെ ലഡാക്ക് ട്രിപ്പ് പോയിരുന്നു ഇവിടുന്ന് കാരണം. അപ്പോൾ എല്ലാവരും ചോദിച്ചു അതിലേക്ക് 3 പെണ്ണുങ്ങളെയും കൊണ്ട് പോകാൻ പേടിയില്ലെന്ന് ചേട്ടൻ്റെ പേര് ചോദിച്ചു. അനിയത്തിയുണ്ട്. എന്തെങ്കിലും ഒരു അപകടം അല്ല എന്തെങ്കിലും നമുക്കൊരു ആവശ്യം വന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഒരാൾ കാണും. ഇപ്പോൾ എവിടെ ചെന്നാലും. പക്ഷേ ഇവർ ഇടയ്ക്ക് 2-3 ട്രിപ്പ് ലോറിയും കൊണ്ട് കാശ്മീർ പോയിട്ട് വരുമ്പോൾ കുറേ ഫോട്ടോ ഒക്കെ കാണിക്കുമല്ലോ നമ്മൾ. അത് കാണുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കപ്പുറത്തേ ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞാൽ ലോറി ഓടിക്കുകയാണ് നിനക്ക് ഇന്ത്യയിലെ ലോറി പോകുന്ന എല്ലാ സ്ഥലത്തും പോകാമെന്ന്. ഈ ലോറി പണി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പല സംഭവങ്ങളുണ്ടാവും വ്യത്യസ്തമായിട്ടുള്ള. ചേട്ടൻ പറഞ്ഞു ചേട്ടന് കിളിയായിട്ട് പോകാനായിരുന്നു താല്പര്യം എന്ന് പറഞ്ഞു. ഇതിൽ നിന്നും ചേട്ടൻ ഇപ്പോൾ 27 വണ്ടിയുള്ള ഒരാളാണ്. പലരും നമ്മളെ എവിടെ വെച്ച് കണ്ടാലും അവരുടെ ഒരു ഫാമിലിയിൽ ഒരാളെ പോലെ തന്നെയുള്ളൂ, അല്ലാതെ ഒരു വ്യത്യാസമേ ഇല്ല. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ പോലും എന്നോട് പറയും അതിനൊക്കെ പറ്റും, കുഴപ്പമില്ല. ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഓടിക്കാൻ വണ്ടി കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പുത്തേട്ട് ട്രാവൽ വ്ളോഗിലെ പെൺപുലിയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡും ആണ്. അപ്പോൾ വെൽക്കം ടു ദ ഷോ. ഇപ്പോൾ ചേട്ടന് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ് വണ്ടികൾ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ചെറുപ്പം മുതലേ ടയർ ഉരുട്ടിയൊക്കെ ഞാൻ കണ്ടായിരുന്നത്. ടയർ ഉരുട്ടി അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ആ ഒരു വണ്ടിയോടുള്ള കമ്പം കാരണമാണോ ഇത്രയും വണ്ടി ഇവിടെ വാങ്ങിയിട്ടേക്കുന്നത്? അല്ല, അങ്ങനെയല്ലേ. ആദ്യം നമ്മൾ ഒരു ലോറി ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോറി ഡ്രൈവർ ആദ്യമായിട്ട് ഞാൻ കിളിയായിട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം. കഴിഞ്ഞ് പിന്നെ ഡ്രൈവറായിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാം. പിന്നെ ലോറിയിൽ പോകുമ്പം ആ ഒരു വരുമാനം നമ്മളെ ജോലിയായിട്ട് എടുക്കാം. അങ്ങനെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ തുടങ്ങി അങ്ങനെ അങ്ങ് പോയെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ഇതിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ഞാനിങ്ങനെ കുറേ വണ്ടി വാങ്ങിയിടുന്നു ഈ ഒരു ട്രാവൽ വ്ളോഗിലേക്ക് എത്തുമെന്ന് എപ്പോഴെങ്കിലും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഒരിക്കലും വിചാരിച്ചില്ല. പെട്ടെന്ന് എത്തിപ്പെട്ടതാണ്. അതെ അതെ. അപ്പൊ എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്? എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ്? എങ്ങനെയായിരുന്നു വ്ളോഗ് തുടങ്ങി? ആ വ്ളോഗ് തുടങ്ങിയതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? വ്ളോഗ് തുടങ്ങി എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം വണ്ടിയിൽ പോകുന്ന 2018 തൊട്ട് ലൈസൻസ് എടുത്ത് അതിന് ശേഷമൊക്കെ വണ്ടിയെ പോയായിരുന്നു. അതായത് വിളിക്കുമ്പോഴൊക്കെ മടിയാ. പിന്നെ പിള്ളേരൊക്കെ കൊച്ചായിരുന്നു. ഇടയ്ക്ക് 2-3 ട്രിപ്പ് ബോംബെക്ക് ചുമ്മാ പോയതുള്ളൂ. പിള്ളേരൊക്കെ കൊച്ചായിരുന്നു ആ സമയം. അതുകൊണ്ട് ആ ടൈം അത് കഴിഞ്ഞ് ഈ 2022 ഇതുപോലെ കാശ്മീർ ഞങ്ങളെ കൊണ്ടുപോകണം, നിങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. ഞാൻ 2014 തൊട്ട് പോയി. രാജേഷും പോയി, ചേട്ടായും പോയി. അപ്പം പോയിട്ട് വരുമ്പോൾ കുറെ ഫോട്ടോ ഒക്കെ കാണിക്കുമല്ലോ നമ്മൾ. അത് കാണുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്നതേ ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞാൽ ലോറി ഓടിക്കുകയാണ് നിനക്ക് ഇന്ത്യയിലെ ലോറി പോകുന്ന എല്ലാ സ്ഥലത്തും പോകാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു റെഡിയാന്ന് പറഞ്ഞു. അങ്ങനെ കാശ്മീർ പോകാൻ വേണ്ടിയിട്ടാണ് ലോറി ഓടിച്ചു പഠിച്ചത്. അതെ അതെ, അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഇന്ത്യയിലെ ഇപ്പം പോകാത്ത ഇനി 5-6 സ്റ്റേറ്റേ ഉള്ളൂ. സിക്കിം, അരുണാചൽ, നാഗാലാൻഡ്, ത്രിപുര, മിസോറാം, മണിപ്പൂർ. ഈ 6 സ്റ്റേറ്റേ പോകാനുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളും പോയി. നേപ്പാൾ പോയി, ഭൂട്ടാനും പോയി. എല്ലാ സ്ഥലത്തും പോയി. എല്ലാ സ്റ്റേറ്റും പോയി. ചുമ്മാ ഒരു സ്ഥലത്ത് പോയി വരികയല്ല, ഒരുവിധം സ്ഥലങ്ങളൊക്കെ. മേഘാലയൊക്കെ ഏകദേശം ഒരു 75% സ്ഥലങ്ങളിലും പോയി. ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് കാശ്മീർ പോയപ്പം അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഓരോരുത്തരൊക്കെ വീഡിയോ കാണുന്നതല്ല. അപ്പം ഞങ്ങളോട് പറഞ്ഞു ഈ കാശ്മീരിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ആണ് ചേട്ടായി തന്നെയാണ് പറയുന്നത് നമുക്കൊരു യൂട്യൂബ് ചാനൽ ആക്കി ചാനലിടാം, അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. അങ്ങനെയാണ് ആ ഐഡിയ തുടങ്ങുന്നത്. അന്നേരമൊക്കെ ചുമ്മാ കുറച്ച് വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ ചെയ്യായിരുന്നു. വന്നിട്ട് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. സ്റ്റാർട്ടിങ് ഇൻട്രോ അടിപൊളിയായിരുന്നു. അതറിയാം, മറ്റേ ടൈലർ അടിപൊളിയായിരുന്നു. അത് ചുമ്മാ തുടങ്ങിയതെന്ന് തോന്നില്ല. മീൻസ് പ്ലാൻ ചെയ്ത് ഒന്നുമല്ലായിരുന്നു. അത് പോയപ്പോ ചുമ്മാ എടുത്ത കുറച്ച് വീഡിയോ, അതിനകത്തുനിന്ന് ട്രെയിലർ ആദ്യം റെഡിയാക്കിയിട്ടു. അത് കഴിഞ്ഞ് പിന്നെ അതൊരു 5 മിനിറ്റോ അല്ലെ 8 മിനിറ്റോ ഉള്ള വീഡിയോയ്ക്ക് എത്ര പണി വന്നിട്ടാന്നറിയോ? നേരത്തെ ഞാൻ കുറച്ച് മുമ്പേ ലൈസൻസ് ഒക്കെ എടുത്ത് ലോറി ഓടിക്കുമെങ്കിലും അങ്ങനെ എനിക്ക് പുറത്ത് അറിയുന്നതിനോടോ അങ്ങനെ പോകാനൊക്കെ ചെറിയൊരു മടിയുണ്ടായിരുന്നു. പക്ഷേ
ചേട്ടായി നല്ല ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും അത് തന്നെ നമുക്ക് ഞാനൊരു ഓടിക്കാൻ മടി കാണിച്ചാൽ എന്നോട് നല്ല ധൈര്യം തന്നെ എപ്പോഴും എന്നെക്കൊണ്ട് പറ്റും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ പോലും എന്നോട് പറയും അതിനൊക്കെ പറ്റും കുഴപ്പമില്ല അങ്ങനെ നല്ല ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെയുണ്ട്. ഡ്രൈവിംഗ് പഠിച്ച കാലത്തെ ഒരു ഓമിനി വാനുണ്ടായിരുന്നു, അത് ഓടിച്ചോണ്ട് പോയിട്ട് ഇങ്ങനെ വഴക്ക് പറയുമ്പോഴത്തേക്കും നിർത്തിയിട്ട് കരഞ്ഞോണ്ടൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. അത് ഒത്തിരി വർഷം മുമ്പ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ഇടയ്ക്ക് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ ഒരു 2-3 വയസ്സൊക്കെ ആയപ്പം അപ്പം ഇങ്ങനെ എനിക്ക് വണ്ടി ഓടിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം ചേട്ടായുടെ കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ഓടിക്കണമെന്ന് ഓടിച്ചോളാൻ പറഞ്ഞു എന്നോട് കയറി ഇരുന്ന് സ്റ്റാർട്ടാക്കിയപ്പോൾ തന്നെ വണ്ടി നിന്ന് പോകും. എന്ത് ചെയ്തു അന്നപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞപ്പോഴേ ഞാൻ ഇറങ്ങിപ്പോന്നു. അതെ അതൊക്കെ ഒത്തിരി വർഷം കഴിഞ്ഞ് ഞാൻ പഠിച്ചു. തീരെ ചെറുപ്പം തൊട്ടേ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയോടും എല്ലാം ഭയങ്കര ഒരു ഇതാണ് കുഞ്ഞിലെ തൊട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പിള്ളേരാണെങ്കിലും ശരി ഞാൻ വണ്ടി ഓടിക്കാൻ പറയും, ധൈര്യമായിട്ട് നമ്മൾ കൊടുക്കും. ചേട്ടായിക്ക് പേടിയില്ല ഞങ്ങളിൽ വണ്ടി തരാനായിട്ട്. ചിലർക്ക് ഇപ്പോൾ ഹസ്ബൻഡിനാണെങ്കിലും അച്ഛനൊക്കെ ആണെങ്കിലും അവർക്ക് കൂടുതൽ കെയറിംഗ് ഉണ്ടോ എന്തോ ചിലർക്ക് അവർക്ക് പേടിയാണ് വണ്ടി കൊടുക്കാനായിട്ട്. അപ്പോൾ അല്ല നിങ്ങൾ അത് പേടിയാണ്. പക്ഷേ ചേട്ടായിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, പേടിയില്ല. നമുക്കിപ്പോൾ ഒരാൾ കയറിയിരുന്ന് അത്യാവശ്യം ശകലം വണ്ടി എടുക്കുമ്പോഴേ കാണുമ്പോൾ അറിയാം ഇയാൾ ഓടിക്കോ ഇല്ലയോ എന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് നമ്മൾ അതുകൊണ്ട് കൊടുക്കാൻ പറ്റും, ഓടിക്കാൻ പറ്റുന്ന ആളാണെന്ന് നമുക്ക് അന്നേരം മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയില്ല. ചേട്ടന്റെ പണി കുറഞ്ഞു കിട്ടിയില്ലേ? ചേട്ടൻ അങ്ങനെ പണി കുറഞ്ഞു കിട്ടിക്കോട്ടെ ഭാര്യനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് അതുകൊണ്ട് ഇപ്പൊ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ വണ്ടി ചുമ്മാ ഇരുന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഒരു കാറാണേലും അതെ, ഏതായാലും ചുമ്മാ ഇരുന്ന് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഈ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഓടിക്കാൻ വണ്ടി കിട്ടുന്നില്ല, ഓടിക്കാൻ സമയവും കിട്ടുന്നില്ല. ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കുന്നോ അതുപോലെ തന്നെ മക്കളാണേലും ഭാര്യയാണേലും ഇനി ഞാൻ പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിലും അതുപോലെ ഓടിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഇനി എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ വഴക്കൊക്കെ പറഞ്ഞെന്നിരിക്കും. ചിലർക്ക് വഴക്ക് പറയുമ്പോൾ പെട്ടെന്ന് വിഷമം വരും, എന്നാൽ ചിലർക്ക് അത് പ്രശ്നമല്ല. ഇപ്പം മോൾക്കൊന്നും അത്രയും പ്രശ്നമില്ല, എന്നാലും ചിലപ്പം അപ്പം ഞാൻ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് പറയണ്ട എനിക്കറിയാം ഞാൻ ചെയ്തോളാം പറയും. അങ്ങനെ ഇപ്പം ചേച്ചി ഇപ്പൊ കോ ഡ്രൈവർ ആയിട്ടാണല്ലോ ഇപ്പൊ വരുന്നത്. അപ്പൊ മെയിൻ ഡ്രൈവറാ. പിന്നെ നമ്മുടെ മെയിൻ ഡ്രൈവറാ. മെയിൻ ഡ്രൈവർ ആവശ്യം ചേട്ടന്റെ കൂടെ മെയിൻ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ചുമ്മാണെങ്കിലും പറയുന്നത് വെച്ചാൽ മെയിനായിട്ട് തമാശന് പറയുന്നതാണ്. എങ്കിലും മെയിനായിട്ട് വണ്ടി ഓടിക്കുന്ന ജലജയാണ് ഓടിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ മറ്റു വണ്ടികളിലാണെങ്കിലും മെയിനായിട്ട് പോകുന്ന ഒരാളും സെക്കൻഡ് ഡ്രൈവർ ഒരാളും ഉണ്ടാവും. ഈ സെക്കൻഡ് ഡ്രൈവർ എന്ന് പറയുമ്പം ആളെ താത്തിക്കെട്ടി പറയുന്നതല്ല ഒരിക്കലും. കോ ഡ്രൈവർ എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ കൂടെയുള്ള ഒരു ഡ്രൈവർ. മെയിൻ ഡ്രൈവർ എന്ന് ഉദ്ദേശിക്കുന്ന ആ ആൾക്കാർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ പോകുന്ന വഴി എല്ലാ കാര്യങ്ങളും അയാൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. കോ ഡ്രൈവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ അത് ഞങ്ങള് ചുമ്മാ അങ്ങനെ ചുമ്മാ തമാശനെ വിളിക്കുന്നുള്ളൂ. അത് തമാശനെ വിളിച്ചു അങ്ങ് പതിഞ്ഞു പോയി. അതെ, നമ്മള് എൻ്റെ വിവാഹശേഷമാണ് നമ്മുടെ എല്ലാ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം ഒത്തിരി മാറ്റങ്ങൾ വന്നു. എന്താ പറയാ ഇപ്പൊ കൊറേ ലോഡ് ഇറക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് ഒക്കെ ആ സമയത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടു? മീൻസ് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്തു? അങ്ങനെ ബുദ്ധിമുട്ടില്ല. പിന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇങ്ങനെയുള്ള ചെല്ലുന്ന സ്ഥലങ്ങളിൽ എല്ലാ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വാഷ്റൂമുകളൊന്നും ഉണ്ടാവില്ല, പിന്നെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ. അല്ലാതെ വേറെ തന്നെ ഇപ്പം ഞാൻ സ്ഥിരം വണ്ടിയെ പോയിക്കൊണ്ടിരുന്ന ഒരാളായതുകൊണ്ട് എനിക്കൊരിക്കലും ഇപ്പം കുറേ വർഷം പോകാതിരുന്നെന്ന് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല, ഇപ്പോഴും ഇല്ല. ഇപ്പം കഴിഞ്ഞ ട്രിപ്പ് ഷിംലയ്ക്ക് പോയ, കഴിഞ്ഞ ട്രിപ്പ് അതിന് മുമ്പിലത്തെ ട്രിപ്പ് ഷിംലയാണ് പോയത്. ഷിംല ഞാനും വൈഫും മോളും ഉണ്ടായിരുന്നേ, ഷില്ലോങ്. അപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ലോഡ് ഇറക്കുന്നിടത്ത് ഈ പടുത അഴിക്കാനും കെട്ടാനും ഒക്കെ വന്ന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. ഇവർക്ക് അത്ര ഒരു പരിചയമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. വണ്ടി ഓടിച്ചാൽ മൊത്തം മോളെ രാത്രിയിലൊക്കെ കൂടുതൽ ഓടിച്ചത്. എന്നെക്കാട്ടി കൂടുതൽ ഓടിച്ച മോളാണ്. രാത്രിയും പകലും ഓടുക, രാത്രിയും പകലും വണ്ടി ഓടുമായിരുന്നു. മോളെയും ചേട്ടൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, വീട് മൊത്തം ഡ്രൈവേഴ്സാണ്. ഇപ്പൊ ഇവിടെ ഞങ്ങൾ 5 പേർക്ക് ഹെവി ലൈസൻസ് ഉണ്ട്. പക്ഷെ അത് 3 പേരും സ്ത്രീകളാണ്. അപ്പം ചേച്ചി ഇപ്പോ ഇങ്ങനെ ഈ എന്താ പറയാ ഹെവി വെഹിക്കിൾസ് ഒക്കെ ഓടിച്ചു തുടങ്ങിയ സമയത്ത് ചേച്ചിക്ക് അത് പുറത്തിങ്ങനെ അറിയണം അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടു. അല്ല അങ്ങനെയല്ല, എനിക്ക് ഇപ്പോൾ എല്ലാവരും ഇപ്പം അന്ന് നമ്മളൊരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ കണ്ടിട്ടില്ലേ? 2018 ഒരു വീഡിയോ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടോ, ഫേസ്ബുക്കിൽ ഇടണ്ടെന്ന് പറഞ്ഞായിരുന്നു. എല്ലാവരും കാണും അറിയുമെന്നൊക്കെ പറഞ്ഞു. അവരെന്തോ ഒരു വേറൊരു കുറവായിട്ട് അങ്ങനെ ഒരു കോംപ്ലക്സ് കൊണ്ടല്ല. ഞാനിങ്ങനെ വീട്ടിലൊതുങ്ങിയിരുന്ന ഒരാളാണല്ലോ ഇത്രയും വർഷം. ഒരു മടിയാതെ ഇപ്പൊ പക്ഷെ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ മാറി. ഇപ്പൊ നമ്മൾ എവിടെ ചെന്നാലും ആരെങ്കിലും അറിയുന്നവർ കാണും. ഇന്ത്യയിൽ എവിടെ ചെന്നാലും കാണും
ഒരാൾ കാണുക ഏത് സ്ഥലത്ത് ചെന്നാലും അത് ഭയങ്കര ഒരു കാര്യമല്ലേ. നമ്മളെവിടെ ചെന്നാലും തിരിച്ചറിയാന്നുള്ളൊരു നമ്മളവിടെ എന്തെങ്കിലും ഒരു നമുക്കൊരു എന്തെങ്കിലും ഒരു അപകടം അല്ല എന്തെങ്കിലും നമുക്കൊരു ആവശ്യം വന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഒരാൾ കാണും. ഇപ്പോൾ എവിടെ ചെന്നാലും അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ. അപ്പം നമ്മളിങ്ങനെ ഒരു ഫീൽഡിൽ വന്നുകൊണ്ട് മാത്രമാണത്. പിന്നെ ഇപ്പം ഇത്രയാണല്ലോ. ഇപ്പോൾ ആദ്യം ചുമ്മാ കാശ്മീർ പോയി, അത് കഴിഞ്ഞ് വന്ന് ബോംബെ പോയി, ഇതൊക്കെ കഴിഞ്ഞും ഇങ്ങനെ പോകാൻ പറ്റുന്നത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ, അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കര, അത് പറയാതിരിക്കാൻ പറ്റില്ല. അവർ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് യാത്ര ചെയ്യാനൊരു എനർജി. അത് ഞാൻ ആദ്യം തൊട്ടേ വീട്ടിലെ പിള്ളേരുടെ കാര്യങ്ങളും അങ്ങനെയുള്ള വീട്ടിലെ കാര്യങ്ങളെല്ലാം ജലജ തന്നെയാണ് നോക്കുന്നത്. പിന്നെ വണ്ടിയെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതും അങ്ങനെ തന്നെ. ഇപ്പോൾ സൂര്യ ഉണ്ടല്ലോ, അനിയനും വൈഫും പിള്ളേരും ഉണ്ടല്ലോ, അവർ നോക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം ബാക്കിയുള്ളവരാണെങ്കിലും ഇപ്പം അനിയൻ്റെ വൈഫും ഡ്രൈവിംഗ് മേടിച്ച് വണ്ടിയിലൊക്കെ വരുന്നുണ്ടല്ലോ, അതൊന്നും കുഴപ്പമില്ല. ഉള്ള കാര്യം എല്ലാവരും കൂടെ ഒക്കെ ചെയ്യും. അല്ലാതെ അങ്ങനെ ഒരു വേർതിരിവ് അങ്ങനെയുള്ള ഒരു വ്യത്യാസമൊന്നും തോന്നില്ല. നിങ്ങൾ പോകുന്ന സമയത്ത് കുക്ക് ചെയ്യുന്നത് വണ്ടിയിൽ വണ്ടിയിൽ തന്നെ കുക്ക് ചെയ്യും. അധികം സമയത്തും അത് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഡ്രൈവിംഗ് പോലെ തന്നെ കുക്കിംഗ്. ഇപ്പം രാജേഷ് ഞങ്ങൾ അനിയനും ആയിട്ട് കഴിഞ്ഞ ട്രിപ്പൊക്കെ പോയി, അവൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനിടയ്ക്ക് ചെന്ന് എന്തെങ്കിലും ചെയ്താലേ സമാധാനമുള്ളൂ. ഇവിടുന്ന് ചെല്ലുമ്പോഴേ ഞാൻ പറയും, ഞാനാ ഈ ട്രിപ്പ് കുക്കിങ്, ഇങ്ങോട്ടൊന്നും വരണ്ട, ഇത് ഉണ്ടാക്കി അങ്ങ് തരും, കഴിച്ചാൽ മതി എന്ന് പറയും. എന്നാലും അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ പതുക്കെ ചെന്നടുത്ത് ചെന്ന് അത് വേണം ഇത് വേണം, അടുക്കള കാണുമ്പോൾ അവിടെ കയറാതിരിക്കാൻ തോന്നുന്നു. അതാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ കുറേ ലോങ് പോകാനുണ്ടാവും, നൈറ്റ് സമയത്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് പറഞ്ഞാൽ നമുക്ക് മീൻസ് ആണുങ്ങൾക്ക് തന്നെ ആണെങ്കിൽ ഒരു പേടിയൊക്കെ ഉണ്ടാവും. ഒരു നൈറ്റ് ആവുന്ന സമയത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലോ എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടാവും. അപ്പം നിങ്ങൾ രണ്ടുപേരും പോകുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പേടിയൊന്നുമില്ല. പേടിയെന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എവിടെ ചെന്നാലും. ഇപ്പം രാത്രിയാണെന്നോ പകലെന്നോ അങ്ങനെയുള്ള ഒരു വിഷയമില്ല. അത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉറങ്ങി പോയി പരിചയമുണ്ട്. ഒത്തിരി വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ ചെന്നാലും ഒരു അപരിചിതത്വം ഇല്ല നമുക്ക്. അങ്ങനെ പേടിയില്ല. രാത്രിയെന്നോ അങ്ങനൊന്നും ഒരു അല്ല. ഞാനും ചേട്ടായും മക്കള് രണ്ടുപേരും കൂടെ ലഡാക്ക് ട്രിപ്പ് പോയിരുന്നു ഇവിടുന്ന് കാരണം. അപ്പൊ എല്ലാരും ചോദിച്ചു അതിലേക്ക് പോകാൻ ഈ 3 പെണ്ണുങ്ങളെയും കൊണ്ട് പോകാൻ രാത്രിയും പോലും ഓടിച്ചാൽ ഞങ്ങൾ ഓടിക്കും. വെളുപ്പിനെയൊക്കെ ഉറക്കം വരികയാണെങ്കിൽ വണ്ടി ഏതായാലും പമ്പിൽ കയറ്റി നിർത്തിയിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് രാവിലെ എടുത്തു പോകും. അങ്ങനെ തന്നെയൊക്കെയാണ് പോയത്. ഇടയ്ക്ക് സ്റ്റേ ചെയ്ത വളരെ ചുരുക്കം സമയങ്ങളിലേ ഉള്ളൂ. പിള്ളേർക്കും അങ്ങനെ പേടിയൊന്നുമില്ല. രാത്രിക്ക് ഒറ്റയ്ക്ക് പോകുന്നില്ലേ, അവർ രണ്ടുമൊക്കെ കാറും കൊണ്ട് രാത്രിയിലൊക്കെ കാറും കൊണ്ട് എവിടെ വേണമെങ്കിലും രാത്രി 1 മണിയോ 2 മണിയായാലും അവർക്ക് പ്രശ്നമില്ല, പേടിയൊന്നും. അപ്പോൾ കുറേ യാത്ര ചെയ്തിട്ടുണ്ട് നിങ്ങൾ, ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, കുറേ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഓർത്തിരിക്കുന്ന ഏതെങ്കിലും യാത്രയുണ്ടോ? ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും യാത്ര? അല്ല, എല്ലാ യാത്രയും മറക്കാൻ പറ്റാത്ത യാത്ര. അതെ, എല്ലാം നല്ല യാത്ര തന്നെയാണ്. അതിനകത്ത് പിന്നെ കൂടുതലും ഇച്ചിരി നല്ലതെന്ന് പറഞ്ഞാൽ ചിലപ്പം ജലതയ്ക്ക് ഇഷ്ടപ്പെട്ട ചിലപ്പം കാശ്മീരിൽ ലഡാക്കുമായിരിക്കും. അതെ, അതിന് വെച്ച് കാശ്മീർ പോകണമെന്നുള്ള ആയിരുന്നു എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതിപ്പോ 2-3 പ്രാവശ്യം കാശ്മീർ പോയി. കാശ്മീർ പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഫസ്റ്റ് തന്നെ അവിടേക്ക് പോയത്. അതെ, അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ അങ്ങോട്ട് പോയത്. പിന്നെ കാശ്മീർ പോകണമെന്ന് പറഞ്ഞപ്പോഴും ആപ്പിൾ സീസണിൽ പോകണം, ആ മഞ്ഞ് ഉള്ളപ്പോൾ പോകണം. അങ്ങനെ 2 പ്രാവശ്യം പോയി. അതെല്ലാം പല വ്യത്യസ്തമായ കാലാവസ്ഥയിലാണ്. ഒരു പ്രാവശ്യം ആപ്പിൾ സീസണിൽ പോയി. ചെല്ലുന്ന ആ ഒരു നേച്ചറെ ആയിരിക്കില്ല നമ്മള് പിന്നെ വ്യത്യാസം. ഇപ്പം ചേട്ടൻ പറഞ്ഞു ചേട്ടന് ഇങ്ങനെ കിളിയായിട്ട് പോകാനായിരുന്നു താല്പര്യം എന്ന് പറഞ്ഞു. അതിൽ നിന്നും ചേട്ടൻ ഇപ്പൊ 27 വണ്ടിയുള്ള ഒരാളാ, മീൻസ് ഒരു ഓണറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? കുറെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവാന്ന് അറിയാം. അപ്പൊ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ചേട്ടന്? അതെങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഒരു വണ്ടി എടുത്തു. വണ്ടി എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ അതൊരു കുറച്ച് നാൾ ഓടി, കുഴപ്പമില്ലാതെ പോകുമ്പോൾ എല്ലാം ലോണാണല്ലോ, ഫിനാൻസ് ചെയ്തെടുക്കുന്നതാണ്, അല്ല പൈസ മുടക്കൊന്നും എടുക്കുന്നില്ല, എല്ലാം ഫിനാൻസാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരു വണ്ടി എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അതൊരു 5-6 മാസം ഓടിക്കാൻ പിന്നെ ഒരു വണ്ടി എടുത്തു. അങ്ങനെ എടുത്താണ് ഈ ഒരു ഇതിലേക്ക് വന്നത്. അല്ലാതെ ഒരുമിച്ച് പോയി അങ്ങനെ അല്ല. അതെ, പിന്നെ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്താ നല്ലപോലെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും രാജേഷും. പിന്നെ അതിലുപരി ഇപ്പം നമ്മൾ കാണുന്ന പോലെ സ്ഥലങ്ങളും ബാക്കി കാര്യങ്ങളും ഇവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതാണ് അതിനകത്ത് മെയിൻ ഒരു കാര്യം. ഞാൻ പോകാൻ തുടങ്ങിയ പിന്നെ ഇവർ ശരിക്കും സ്ഥലങ്ങൾ കാണാൻ. അത് കറക്റ്റാണ്. എന്നാന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ പോയിടത്തൊക്കെ ഒരുപാട് കൃഷികളുണ്ടാവും, പല സംഭവങ്ങളുണ്ടാവും വ്യത്യസ്തമായിട്ടുള്ളത്. നമ്മളത് ശ്രദ്ധിക്കാറില്ല, വണ്ടി ഓടിച്ചു പോവുള്ളൂ. അപ്പോൾ അതിപ്പോഴാണെങ്കിലും ഞങ്ങൾ തന്നെ പോയാൽ ചിലപ്പം പല കാര്യങ്ങളും മിസ്സായി പോകും. ഇപ്പോൾ ഒരു തിരുപ്പതി പോയിട്ട് വന്നിട്ടുണ്ട്, അത് കാണുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ ഈ കാണുന്നവർക്കും അറിയാം. പക്ഷേ ജലത കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അങ്ങനെ അതുപോലെ ശ്രദ്ധിക്കും. വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും വേറെ കൃഷിയാണെങ്കിലും വേറെ എന്ത് കാര്യം. അമ്മ ഓടിക്കുമ്പോൾ അമ്മയുടെ കണ്ണ് ആ മലയിലും ഒക്കെ. അതെ, ലഡാക്കിനൊക്കെ പോയിട്ട് ഞങ്ങൾ 28ാമത്തെ ദിവസമാണ് വന്നേ. 24. അപ്പം അത് പിള്ളേർ മടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് ധൃതി വെച്ച് പോകുന്നിട്ട്, അല്ലെങ്കിൽ അത് കുറച്ച് ദിവസം കൂടെ എടുത്ത് കുറച്ചുകൂടെ ഇറങ്ങിയേ വരുള്ളായിരുന്നു. പക്ഷെ പിള്ളേർക്ക് അന്നേരം അത്രയും ദിവസമായി കഴിഞ്ഞാൽ ഇവരാദ്യമല്ല ഇങ്ങനെ മാറി ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. വണ്ടിയിൽ അതും കാറിലല്ലേ, ലോറിയിലാണെങ്കിൽ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാം. കാറിൽ ഇച്ചിരി
ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ. അതുകൊണ്ട് പിന്നെ ധൃതി വെച്ചാൽ പിന്നെ പോകുന്നത്. കേരളത്തിനകത്തൊക്കെയാണ് കുഴപ്പമില്ല. വെളിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ലോറി പണി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈസി ആയിട്ട് തോന്നും. ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞൊരു ജോലി തന്നെയാണ്. കുറച്ച് ഇപ്പം ഞങ്ങളിപ്പോൾ ഇത്രയും കുറേ ദിവസം എടുക്കില്ല പോയിട്ട് കറക്റ്റ് സമയത്തിന് ഭക്ഷണം, കുളി, പ്രാഥമിക കാര്യങ്ങൾ, ഉറക്കം, ഇതൊന്നും നടക്കത്തില്ല. ഒരു കാര്യവും കറക്റ്റ് സമയത്തിന് നടക്കത്തില്ല. പിന്നെ ഇപ്പോൾ ഉള്ള വണ്ടികൾ, പഴയ വണ്ടികളെ അപേക്ഷിച്ച് ഇപ്പോൾ ഉള്ള വണ്ടികളൊക്കെ ഇപ്പോൾ AC ഉള്ള വണ്ടിയായി, ട്യൂബ്ലെസ് ടയറായി, പവർ സ്റ്റിയറിംഗ് ആയി. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ സുഖമായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ ചെല്ലുന്നിടത്ത് സൗകര്യമില്ലാതെ ലോഡ് ഇറക്കാൻ ചെല്ലുന്നിടത്തും ഇനി കയറ്റാൻ ചെല്ലുന്നിടത്തൊക്കെ ഒരു സൗകര്യങ്ങളും ഉണ്ടാവില്ല. ചിലപ്പോൾ ഭയങ്കര ചെളിയായിരിക്കും. ഫുഡൊക്കെ വെച്ച് കഴിക്കാമെന്ന് വെച്ചാലും അതിനുള്ളൊരു സൗകര്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ചിലതൊക്കെ നമ്മൾ ഇതിനകത്ത് വീഡിയോ ഒക്കെത്തുണ്ട് ഒരു ഇതൊക്കെ, പക്ഷെ എല്ലാം ഒന്നും അങ്ങനെ നമുക്ക് ചിലപ്പോൾ എടുക്കാനും പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് അമ്മായിമ്മേൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? അമ്മായിമ്മയ്ക്ക് മീൻസ് സപ്പോർട്ടായിരുന്നു? അമ്മ ഫുൾ സപ്പോർട്ടായി. ആണോ? ഞാൻ പോയാലും അനിയത്തി പോയാലും ഞങ്ങൾ രണ്ടുപേരും പോയാലും ഒരു പ്രശ്നമില്ല. ചേച്ചിയെ കാണാൻ കിട്ടാത്തതിന്റെ പരിഭവം ഉണ്ടോ? അയ്യോ മരുമോളെ കാണുന്നില്ല അങ്ങനത്തെ പരിഭവമൊന്നുമില്ല. ഞാനല്ലെങ്കിൽ സൂര്യ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ആരെങ്കിലും ഒരാളോടെ ഉണ്ടല്ലോ. ഇനിയിപ്പോ ചേച്ചിയും പഠിച്ചു കഴിഞ്ഞാൽ ചേച്ചിയും പോയി കഴിഞ്ഞാൽ തുടങ്ങും. അമ്മ ഭയങ്കര സപ്പോർട്ടീവാണ്. എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുവന്ന സമയത്ത് അന്നേരം ഞങ്ങൾ പറയായിരുന്നു, ചേട്ടായിട്ട് പറയായിരുന്നു, ബോംബെക്ക് ഇവരന്ന് ബോംബെക്കൊക്കെ കൂടുതൽ പോകുന്നത്. അപ്പോൾ ഞങ്ങളെ ബോംബെക്ക് ലോറിയെ കൊണ്ടുപോകണമെന്ന് പറയുന്നത്. അപ്പോൾ അമ്മ പറയും, എന്നോട് പറയും, നീ ആദ്യം പോകുന്നെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകണം എന്ന് പറയായിരുന്നു. അമ്മനെ കൊണ്ടുപോയിട്ടുണ്ട്. അമ്മ ഒരു ട്രിപ്പ് ബോംബെക്ക് ഒരു ട്രിപ്പ് വന്നു. അത് അന്ന് 10 ദിവസം കൊണ്ട് പോയിട്ട് വന്നു. പിന്നെ ഒരു ട്രിപ്പ് ഹരിദ്വാർ പോയി. ഹരിദ്വാർ വന്നു. 22 ദിവസം ഹരിദ്വാർ വരെ ലോറിയെ പോയി. അവിടെ സ്ഥലങ്ങളെല്ലാം പോയി കണ്ടു. തിരിച്ച് അതേപടി തന്നെയാണ്. അപ്പൊ അമ്മയും പോയിട്ടുണ്ട് ട്രാവലിൽ. ഇതുപോലെ തന്നെ നമ്മൾ ഈ ലോഡ് എടുക്കാനൊക്കെ പോയില്ലേ ചേച്ചി? ലോഡ് എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ പൊതുവെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നമ്മൾ ഈ ഒരു മേഖലയിൽ ഭയങ്കര കുറവാണ്. അങ്ങനെ മീൻസ് അവർക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കുറവാണ്. അപ്പൊ അങ്ങനെ ചേച്ചീനെ കാണുന്ന സമയത്ത് ആൾക്കാർ എക്സൈറ്റഡ് ആയിട്ടുണ്ടോ ലോഡ് എടുക്കാൻ പോകുമ്പോ? ആ ഒരു സ്ത്രീ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. മിക്ക എല്ലാ ആൾക്കാർക്കും ഉണ്ടല്ലേ? അപ്പൊ അവരെന്താ വന്ന് പറയാറ്? എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? സംസാരിക്കാറൊക്കെ ഉണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ സ്ത്രീകൾ എവിടെ വെച്ച് വഴിയിൽ ഇപ്പൊ ടോളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടാലും നല്ല ബസ്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്നവരെല്ലാം നല്ല ഇതാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അത് എല്ലായിടത്തും എന്നാലും അതെ, എല്ലായിടത്തും അങ്ങനെയാണ്. ചേച്ചിക്ക് ഈ ചെറിയ വണ്ടി ഓടിക്കാനാണോ അല്ലെങ്കിൽ വലിയ വലിയ വണ്ടികൾ ഓടിക്കാനാണ് ഇഷ്ടം? അതെ, എനിക്ക് ഇപ്പം പറഞ്ഞ വലിയ വണ്ടി ഓടിക്കാനാണ് ഇഷ്ടം. എന്നാന്ന് വെച്ചാൽ ഇപ്പൊ കുറെ കണ്ടിന്യൂസ് ചെയ്ത് തന്നെ ഓടിക്കുന്നത്. കാർ ഓടിക്കാറേ ഇല്ല അങ്ങനെ. ഇപ്പം ഈ ട്രിപ്പ് ഞങ്ങള് ഗുജറാത്ത് പോയിട്ട് വന്ന ട്രിപ്പ് വോൾവോ ഒരു ബസ് ഓടിച്ചു, മൾട്ടി ആക്സിൽ പൂനെ വെച്ചിട്ട്. അത് ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു. ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നി. ഭയങ്കരമായിട്ട് അത്രയും വലിയ വണ്ടിയാണേലും കൂളായിട്ടേ ചെറിയൊരു കാർ ഓടിക്കുന്ന പോലെ ഓടിക്കാം. ഇപ്പൊ ഈ 2 മാസം പിള്ളേർക്ക് അവധിയില്ലായിരുന്നു. അതിൽ മൂത്ത മോള് 46 ദിവസം ലോറിയിലുണ്ടായിരുന്നു. 15 സംസ്ഥാനങ്ങളിൽ പോയി. മൂത്ത മോളും പിന്നെ അനിയന്റെ കുഞ്ഞിക്കളിൽ നിന്ന് വന്ന 9 വയസ്സുള്ള മോള് ഞങ്ങളുടെ 2 ട്രിപ്പ് 46 ദിവസം 2 ട്രിപ്പ്. ഒരു ട്രിപ്പ് ലക്നൗ പോയിട്ട് വന്നു, രണ്ടാമത്തെ ട്രിപ്പ് ഷില്ലോങ് പോയി. അപ്പൊ ഈ 46 ദിവസത്തിനിടയ്ക്ക് 15 സംസ്ഥാനങ്ങളിൽ കൂടെ പോയി. പേടിയൊന്നുമില്ലായിരുന്നു, കൂളായിരുന്നു. ഫുഡൊക്കെ വെച്ച് കഴിച്ച് നല്ല ഇതായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണല്ലേ? ഞാൻ കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു. മീൻസ് കുറെ ട്രാവൽസ് ചെയ്യാൻ അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാരും ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെ തോന്നുന്നു. ഇപ്പം പലരും നമ്മളെ എവിടെ വെച്ച് കണ്ടാലും അവരുടെ ഒരു ഫാമിലിയിൽ ഒരാളെ പോലെ തന്നെ ഉള്ളു, അല്ലാതെ ഒരു വ്യത്യാസമേ ഇല്ല. ഞങ്ങൾക്കും ഇപ്പൊ അങ്ങനെ തന്നെയാണ്. ഭയങ്കര സന്തോഷം. ചേച്ചിക്കാണോ ചേട്ടനാണോ ഫാൻസ് കൂടുതൽ? അത് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ വീഡിയോക്കകത്ത് അതില്ല, ഞാനാണല്ലോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നാലും പിന്നെ ചേട്ടായിക്ക് ഫാൻസ് ഉണ്ട് ഇഷ്ടം പോലെ. ചേട്ടായുടെ സപ്പോർട്ട് ഇല്ലാതെ എന്നെ കൊണ്ട് ഇത് പറ്റില്ല. നമ്മളെ ഈ ഒരു കോട്ടയം ഭാഗത്തുള്ള മെയിൻ വിളിയാണ് ചേട്ടായി ചേട്ടായി എന്നുള്ളത്. ചേച്ചി വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന അങ്ങനെയാണല്ലോ. അപ്പൊ ഈ ചേട്ടായി ചേട്ടായി എന്ന് കുറെ കമന്റ്സിന് താഴെ ഇങ്ങനെ കാണാം. ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പൊ ചേട്ടായിക്ക് ഭയങ്കര ഫാൻസ് അല്ല, ഇപ്പൊ എന്റെ മാത്രം ചേട്ടായി അല്ലേ, എല്ലാവരും ഫുൾ ചേട്ടായി. മൊത്തത്തിൽ ഇപ്പൊ ചേട്ടായിയാണ്. സാധാരണ ഈ ട്രാവൽ വ്ലോഗ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്ത് പോകുന്നു, ആ സ്ഥലം കാണിക്കുന്നു, അവർ യാത്ര ചെയ്യുന്നത് കാണിക്കുന്നു, അങ്ങനെയൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നിങ്ങളെ വ്ലോഗ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ഇപ്പൊ എന്താ പറയാ, നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ കൊച്ചു കൊച്ചു വർത്താനം സംസാരിക്കും. എങ്ങനെയാണോ നോർമൽ ആയിട്ടുള്ളത് അതേപോലെയാണ് ആ വീഡിയോയിൽ ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെ, ആ ഒരു ഐഡിയ എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നോർമലായിട്ട് അങ്ങനെ എടുത്തു പോയതാണോ?
അല്ല ഞങ്ങൾ നോർമലായിട്ട് സംസാരിക്കുന്നത് തന്നെയാണ് അങ്ങനെ അതെന്നാന്ന് വീട്ടിൽ വെച്ചാലേ- സംസാരിക്കുന്നത് അതേ അറിയത്തുള്ളൂ. അതെ അതാ കറക്റ്റ്, അതേ അറിയത്തുള്ളൂ. നോർമലായിട്ട് അങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വീഡിയോയ്ക്കകത്ത്. ആണോ? അതെ. അങ്ങനെ പിണക്കങ്ങളൊന്നും ഉണ്ടാവാറില്ല? ചെറിയ ചെറിയ പണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ആർക്കാ അതൊക്കെ വീഡിയോസിൽ വീഡിയോസിലിടാനുള്ള പിണക്കങ്ങളൊന്നും ഉണ്ടാകാറില്ല. അപ്പൊ നമ്മൾ ഈ പെൺകുട്ടികൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആൺകുട്ടിയൊക്കെ ഇങ്ങനെ മീൻസ് ഓവർടേക്ക് ചെയ്ത് വരിക, ഇവിടെ പെൺകുട്ടി ഇവർക്ക് ഓടിക്കാറില്ല, അങ്ങനത്തെ ഒക്കെ ഒരു തോട്ടുള്ളൊരു സൊസൈറ്റിയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ വരുന്ന സമയത്ത് ചേച്ചിക്ക് അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല ഞാനിപ്പോൾ ലോറി ഓടിക്കുമ്പോൾ ആരും പുറയുന്നു വന്ന് വിചാരിക്കുന്നില്ല. ഞാനാ ഓടിക്കുന്ന 4 ആണുങ്ങളാ ഓടിക്കുന്നതെന്നല്ലേ അവർ കരുതുന്നുള്ളൂ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു ലേഡി ആണെന്ന് കാണുമ്പം ഭയങ്കര സന്തോഷത്തോടെ കൈയൊക്കെ കാണിച്ചിട്ട് പോകും. അങ്ങനെ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നം അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ചേച്ചി ഇങ്ങനെ നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കോ? ഈ സ്പീഡിന്റെ കാര്യം പറഞ്ഞാലേ കഴിഞ്ഞ ഒരു 2-3 വർഷമായെന്ന് തോന്നുന്നു. ഇപ്പം ഈ മാന്നാനത്ത് പിന്നെ മോളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോയി. അപ്പോൾ മോളുടെ ഒരു കൂട്ടുകാരിയുടെ അച്ഛനും അവരും കൂടെ വരുന്നുണ്ട് ഞങ്ങളുടെ. അപ്പം ഇവള് നമ്മുടെ വണ്ടിയിൽ പോയി മുന്നേ വന്നു. അവർക്ക് വഴി അറിയത്തില്ല, ഇവർ പുറകെ വരിക. പുള്ളിക്കാരി അവിടെ നിന്ന് വെട്ടിങ്ങി പോകുന്നു. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റുമാനത്തിൽ വന്നിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ വണ്ടി കണ്ടില്ല, ഇവരിങ്ങി പോകുന്നേ. അത് പോന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് അവർ പിന്നെ വിളിച്ചൊക്കെ വന്ന് വീട്ടിൽ വന്നേ. പുള്ളിക്ക് അന്നേരം അറിയത്തില്ല ലോറി ഓടിക്കുന്ന ആളാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നോട് പറയാനേ, ഞാൻ പുറകെ വരാൻ ഇച്ചിരി പാടുപെട്ടു, ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ലോറി ഓടിക്കുന്ന ആളാന്ന് അറിയുന്നത്. ആളെ കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ പോവില്ല, ആവശ്യം ഉണ്ടെങ്കിൽ സ്പീഡിൽ പോവുകയൊക്കെ ചെയ്യാം. കൂടുതൽ സമയം ഒരു മീഡിയം സ്പീഡിലേ പോകുള്ളൂ. ഓവർ സ്പീഡിലൊന്നും അങ്ങനെ പോകാറില്ല. അപ്പം ഇനി എവിടേക്കാണ് പോവാൻ നോക്കുന്നത്? പോകാത്ത സംസ്ഥാനങ്ങളിലും കൂടെ പോകണം. പോകാനുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റിൽ പോയെന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാമല്ലോ. നമ്മളിപ്പം എല്ലാ പ്രാവശ്യവും എല്ലായിടും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ കാശ്മീർ തന്നെ ഇപ്പോൾ ഏകദേശം ഒന്ന് കണ്ടത് 2-3 പ്രാവശ്യം കൊണ്ടാണ് കണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഏത് സ്ഥലത്താണ് ലോഡ് ഇറക്കേണ്ടത് അതിന് ചുറ്റുമുള്ള അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ പോകും. പിന്നെ അടുത്ത വേറൊരു സ്ഥലത്തേക്ക്, ആ സംസ്ഥാനത്ത് തന്നെ ഉള്ളതാണെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് പോവാം. എന്നിട്ട് അവിടെ അങ്ങനെ ഇറങ്ങാം. അങ്ങനെ പോകുന്നത്. അപ്പൊ ഇനി ഒരുപാട് സ്ഥലങ്ങൾ ഇത്രയും വിശാലമായിട്ട് കേരളം തന്നെ കണ്ടിട്ടില്ല. അപ്പൊ ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പൊ ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റട്ടെ. ഇന്ത്യയിലെ ഫുൾ സംസ്ഥാനം കഴിഞ്ഞ് പുറത്തൊക്കെ പോകാൻ പറ്റട്ടെ. പുറത്തൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടോ? പോണം എപ്പോഴും. വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ സമയമുണ്ട്, ആ സമയമാകും അന്നേരം അങ്ങ് പോവാ. ഇതൊന്നും നമ്മുടെ ഇതിലില്ലായിരുന്നു, പക്ഷെ അതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നു ചേരുന്നു. അപ്പൊ കൊറേ സ്ഥലത്ത് പോകാൻ പറ്റട്ടെ. ഇനി ഒരുപാട് സംസ്ഥാനങ്ങൾ പോയി ട്രാവൽ വ്ളോഗ് ഒക്കെ ചെയ്യണം കേട്ടോ. എല്ലാ വ്ളോഗും ചെയ്യാൻ പറ്റും, കൊറേ വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ താങ്ക് യു. കേരളത്തിലെ ഏറ്റവും വിജയശതമാനമുള്ള OET സ്ഥാപനം നീതോസ് അക്കാഡമി. ഇനി റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കാം. Taste the Daily.